നഗരത്തിലെ ഏറ്റവും ആഡംബരം നിറഞ്ഞ ആ വിവാഹമണ്ഡപം. അവിടേക്ക് ഒഴുകിയെത്തിയ അതിഥികൾ ആഡംബര ജീവിതത്തിന്റെ ഉദാഹരണങ്ങളായിരുന്നു. വജ്രം പതിച്ച പട്ടുസാരികളും കോടികൾ വിലമതിക്കുന്ന ആഭരണങ്ങളും അണിഞ്ഞ പ്രമുഖർ, ബിസിനസ് ലോകത്തെ രാജാക്കന്മാരും സിനിമാ താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും ഒത്തുചേർന്ന ആ വലിയ മണ്ഡപം പ്രകാശപൂരിതമായിരുന്നു. ഓരോ കോണിലും റാമിന്റെ സമ്പത്തും പ്രതാപവും വിളിച്ചോതുന്ന അലങ്കാരങ്ങൾ. കോടികൾ ചിലവിട്ടാണ് അദ്ദേഹം ഈ വിവാഹം ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ ആ വർണ്ണാഭമായ വെളിച്ചങ്ങൾക്കിടയിലും റാമിന്റെ മുഖത്ത് കടുത്ത ആശങ്കയും രോക്ഷത്തിന്റെയും നിഴൽ വീണിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇടയ്ക്കിടെ കയ്യിലുള്ള വില കൂടിയ ഫോണിലേക്ക് നീണ്ടു. പല്ലുകൾ അമർത്തിക്കടിച്ച് അദ്ദേഹം തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ പാടുപെടുകയായിരുന്നു. വിവാഹത്തിലെ പ്രധാനപ്പെട്ട ആകർഷണം നഗരത്തിലെ ഏറ്റവും വലിയ ഗായികയുടെ തത്സമയ സംഗീത പരിപാടിയായിരുന്നു. 5 ലക്ഷം രൂപയാണ് അദ്ദേഹം അവർക്ക് അഡ്വാൻസ് നൽകിയത്. എന്നാൽ പരിപാടി തുടങ്ങാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആ ഗായികയിൽ നിന്നും ഒരു മെസ്സേജ് വന്നിരിക്കുന്നു. വ്യക്തിപരമായ കാരണങ്ങളാൽ എനിക്ക് വരാൻ കഴിയില്ല, ക്ഷമിക്കണം. പണമല്ല റാമിനെ വേദനിപ്പിച്ചത്. 5 ലക്ഷം എന്നത് അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിൽ ഒരു ചെറിയ തുക മാത്രമാണ്. പക്ഷേ തന്റെ അന്തസ്സാണ് ഇന്ന് ചോദ്യചിഹ്നമായിരിക്കുന്നത്. നഗരത്തിലെ ഏറ്റവും ഉന്നതരായ വ്യക്തികൾക്ക് മുന്നിൽ തന്റെ മകളുടെ വിവാഹവേദിയിൽ സംഗീതം നിലയ്ക്കുക എന്നത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അപമാനമായിരുന്നു. മകളുടെ വിവാഹം ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിച്ച അച്ഛന് ആ നിശബ്ദത ഒരു വലിയ പരാജയമായി തോന്നി. സ്റ്റേജ് പൂർണ്ണമായും സജ്ജമായിരുന്നു. വില കൂടിയ വാദ്യോപകരണങ്ങൾ കലാകാരന്മാരുടെ സ്പർശനത്തിനായി കാത്തുനിന്നു. മൈക്ക് സ്റ്റാൻഡുകൾ തയ്യാറാണ്. പക്ഷേ പാടാൻ ആരുമില്ല. മരുഭൂമിയിലെ ശ്വാസം മുട്ടിക്കുന്ന നിശബ്ദത പോലെ ആ വലിയ ഹാൾ പെട്ടെന്ന് ശാന്തമായി. പശ്ചാത്തലത്തിൽ ഒഴുകിക്കൊണ്ടിരുന്ന നേർത്ത സംഗീതം പോലും നിലച്ചതോടെ അതിഥികൾക്കിടയിൽ അടക്കം പറച്ചിലുകൾ തുടങ്ങി. ഇത്രയും വലിയ പണക്കാരനായിട്ടും ഒടുവിൽ ഇങ്ങനെ നാണം കെടേണ്ടി വന്നല്ലോ. പരിഹാസം കലർന്ന ഒരു സ്വരം അതിഥികൾക്കിടയിൽ നിന്ന് ഉയർന്നു. സംഗീതമില്ലാത്ത കല്യാണം, റാമിന്റെ പ്രതാപമെല്ലാം വെറും പുകയാണോ? പരിഹാസങ്ങൾ മുനയുള്ള ശരങ്ങൾ പോലെ റാമിന്റെ കാതിൽ വന്നു തറച്ചു. തന്റെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത അന്തസ്സ് ആ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാകുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അപമാനം കൊണ്ട് അദ്ദേഹത്തിന്റെ തല താഴ്ന്നുപോയി. അതേസമയം ആ മഹത്തായ മണ്ഡപത്തിന്റെ ഏറ്റവും പുറകിലായി തിളങ്ങുന്ന ലൈറ്റുകൾക്കപ്പുറം ആരും ശ്രദ്ധിക്കാത്ത ഒരു ഇരുണ്ട റൂമുണ്ടായിരുന്നു. ഭക്ഷണശാലയിലെ തിരക്കുകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആ സ്ഥലത്തായിരുന്നു 800ഓളം അതിഥികളുടെ എച്ചിൽ പാത്രങ്ങൾ കഴുകുന്ന ഇടം. അവിടെ അഴുക്കും നനവും നിറഞ്ഞ തറയിലിരുന്ന് 12 വയസ്സുകാരിയായ മീനു പാത്രങ്ങൾ കഴുകുന്ന തിരക്കിലായിരുന്നു. മീനുവിന്റെ വസ്ത്രം മുഷിഞ്ഞതായിരുന്നു. എണ്ണമയവും ഭക്ഷണാവശിഷ്ടങ്ങളും പുരണ്ട ഒരു ചെറിയ ഗൗൺ, അതായിരുന്നു അവളുടെ വേഷം. അവളുടെ കൈകൾ വെള്ളത്തിൽ കിടന്ന് വിണ്ടുകീറിയിരുന്നു. കണ്ണുകളിൽ ദാരിദ്ര്യത്തിന്റെ തളർച്ച ഉണ്ടെങ്കിലും ആ മുഖത്ത് ഒരു നിഷ്കളങ്കമായ തേജസ് ഉണ്ടായിരുന്നു. അവൾ വെറും ഒരു വേലക്കാരിയായിരുന്നില്ല. മീനുവിന്റെ ഹൃദയത്തിൽ സംഗീതത്തിന്റെ ഒരു വലിയ കടൽ തന്നെ അടങ്ങിയിരുന്നു. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അവൾക്ക് നൽകിയ ഏക സമ്പാദ്യം സംഗീതമായിരുന്നു. പാത്രങ്ങൾ കഴുകുന്ന താളത്തിനൊപ്പം അവൾ എപ്പോഴും ഗാനങ്ങൾ മൂളുമായിരുന്നു. പുറത്തു നടക്കുന്ന ബഹളങ്ങളും റാമിന്റെ തകർന്ന മുഖവും അടുക്കളയുടെ വാതിലിലൂടെ അവൾ കണ്ടു. അത്രയും വലിയൊരു മനുഷ്യൻ നിസ്സഹായനായി നിൽക്കുന്നത് കണ്ടപ്പോൾ അവളുടെ ഉള്ളിൽ എന്തോ ഒന്ന് വിങ്ങി. അന്തസ്സും അഭിമാനവും നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന എത്രത്തോളമെന്ന് ആ കുഞ്ഞു ഹൃദയത്തിന് അറിയാമായിരുന്നു. ദാരിദ്ര്യം അവളുടെ ശരീരത്തെ തളർത്തിയെങ്കിലും അവളുടെ ഉള്ളിലെ ഗായികയെ തളർത്താൻ കഴിഞ്ഞിരുന്നില്ല. അച്ഛൻ പണ്ട് പറഞ്ഞിരുന്ന വാക്കുകൾ അവളുടെ കാതിൽ മുഴങ്ങി. മീനു, സംഗീതം ഒരു പ്രാർത്ഥനയാണ്. അത് മറ്റുള്ളവരെ സങ്കടം മാറ്റാൻ ഉപയോഗിക്കണം. തൻ്റെ ശബ്ദം കൊണ്ട് ആ വലിയ മനുഷ്യന്റെ അഭിമാനം രക്ഷിക്കാൻ കഴിഞ്ഞാലോ എന്നൊരു തോന്നൽ അവളിലുണ്ടായി. കൈകളിലെ സോപ്പ് പത അവൾ മെല്ലെ തുടച്ചു. ഭയം കൊണ്ട് കാലുകൾ വിറയ്ക്കുന്നുണ്ടെങ്കിലും അവൾ തൻ്റെ ജോലി ഉപേക്ഷിച്ചു. ഒരു കൊച്ചു ജീവൻ വലിയൊരു ലക്ഷ്യത്തിലേക്ക് പിച്ചവെക്കാൻ തുടങ്ങി. സൂര്യപ്രകാശമേൽക്കാത്ത ആ ഇരുണ്ട മൂലയിൽ നിന്ന് അവൾ മെല്ലെ പ്രകാശപൂരിതമായ ആഡംബര ഹാളിന്റെ വാതിലിലേക്ക് നടന്നു. അവൾ ആ വലിയ ഹാളിലേക്ക് കാലെടുത്തു വെച്ചു. അവളുടെ ലോകം ആ മണ്ഡപത്തിലെ അടുക്കളയുടെ പിന്നാമ്പുറങ്ങളിൽ ഒതുങ്ങിയിരുന്നു. അവിടെ ഗ്ലാസുകൾ കൂട്ടിയിടിക്കുന്ന ശബ്ദവും വെള്ളം പൈപ്പിലൂടെ കുതിച്ചൊഴുകുന്ന താളവും മാത്രമാണ് അവൾക്ക് കൂട്ടുണ്ടായിരുന്നത്. അവളുടെ അമ്മ ഗീത അതേ മണ്ഡപത്തിൽ തൂപ്പുകാരിയായി ജോലി ചെയ്യുകയാണ്. വിവാഹത്തിനെത്തിയ അതിഥികൾ ചവിട്ടിമെതിക്കുന്ന പൂവുകളും അവർ വലിച്ചെറിയുന്ന പ്ലേറ്റുകളും തൂത്തുവാരുമ്പോൾ ഗീത മകൾക്കൊരു മുന്നറിയിപ്പ് നൽകുമായിരുന്നു. മോളെ, നമ്മൾ നിഴലുകളാണ്. ആ വെളിച്ചത്തിന്റെ ലോകത്തേക്ക് നീ നോക്കരുത്. അവർക്ക് നമ്മളെ കാണുന്നത് പോലും ഇഷ്ടമല്ല.
പക്ഷേ മീനയുടെ ഉള്ളിൽ ആ വെളിച്ചത്തേക്കാൾ വലിയൊരു തിളക്കം സംഗീതമായി ഒരുക്കിക്കൊണ്ടിരുന്നു. മീനയുടെ അച്ഛൻ രാജൻ ഒരു തെരുവ് ഗായകനായിരുന്നു. നഗരത്തിലെ തിരക്കേറിയ കവലകളിൽ ഇരുന്ന് പാടിയിരുന്ന മനുഷ്യൻ. ദാരിദ്ര്യം അദ്ദേഹത്തിൻ്റെ ശരീരത്തെ തളർത്തിയെങ്കിലും ശബ്ദത്തെ തൊടാൻ അതിനായില്ല. മരിക്കുന്നതിന് തൊട്ടു മുൻപ് ഒരു തണുത്ത രാത്രിയിൽ അദ്ദേഹം മീനയുടെ കൈകൾ ചേർത്ത് പിടിച്ചു പറഞ്ഞു, മോളെ, ലോകം നിന്നെ ദരിദ്ര എന്ന് വിളിച്ചോട്ടെ, പക്ഷേ നിന്റെ ശബ്ദത്തിന് ആരെയും കീഴടക്കാനുള്ള കരുത്തുണ്ട്. അതൊരു ദൈവികമായ ദാനമാണ്. അത് നീ ഒരിക്കലും കളഞ്ഞു കുളിക്കരുത്. അച്ഛൻ നൽകിയ ആ ഏക സമ്പാദ്യം സംഗീതം മീന ഒരു നിധി പോലെ കാത്തു സൂക്ഷിച്ചു. ഇന്ന് ആ വലിയ വിവാഹ ചടങ്ങിൽ പതിവ് പോലെ അവൾ പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവളുടെ മനസ്സ് സ്റ്റേജിലായിരുന്നു. വലിയ സ്പീക്കറുകളിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരുന്ന സംഗീതം പെട്ടെന്ന് നിലച്ചപ്പോൾ ഹാൾ നിശബ്ദമായി. അറിയാതെ അവളുടെ ചുണ്ടുകൾ ഈണം മൂടി തുടങ്ങി. സ്റ്റീൽ പ്ലേറ്റുകൾ കഴുകുമ്പോൾ ഉണ്ടാകുന്ന താളത്തിനൊപ്പം അവൾ മെല്ലെ പാടി. ആ പാട്ട് അടുക്കളയിലൂടെ കരി പിടിച്ച ചൂരുകളിൽ തട്ടി പ്രതിഫലിച്ചു. നീ ഇത്ര നന്നായിട്ട് പാടുമോ? മീനു പെട്ടെന്ന് ഞെട്ടി. സംഗീതം നിർത്തി. തിരിഞ്ഞു നോക്കിയപ്പോൾ അടുക്കളയിലെ പ്രധാന ഷെഫ് അമ്പരപ്പോടെ അവളെ നോക്കി നിൽക്കുന്നു. വർഷങ്ങളായി അവിടെ ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന് ആ പാത്രം കഴുകുന്ന പെൺകുട്ടിയുടെ ഉള്ളിൽ ഇത്രയും വലിയൊരു സ്വരം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാനായില്ല. ആ ഗായിക വന്നിട്ടില്ല മോളെ, പുറത്ത് വലിയ ബഹളമാണ്. നിന്റെ ഈ ശബ്ദം അവർ കേട്ടിരുന്നെങ്കിൽ. ഷെഫ് പൂർത്തിയാക്കിയില്ല. അപ്പോഴാണ് ഹാളിനുള്ളിൽ നിന്ന് റാമിൻ്റെ അലർച്ച കേട്ടത്. എൻ്റെ വാനം പോയി. ആയിരക്കണക്കിന് അതിഥികൾക്ക് മുന്നിൽ ഞാൻ നാണം കെട്ടു. ആരെങ്കിലും ഒരാൾ സ്റ്റേജിൽ കയറി പാടൂ. ഈ നിശബ്ദത എനിക്ക് സഹിക്കാനാവുന്നില്ല. റാം തൻ്റെ സഹായികളോട് കയർക്കുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിസ്സഹായാവസ്ഥയും സങ്കടവും പടരുന്നത് മീനു കണ്ടു. ചുറ്റും നിൽക്കുന്ന അതിഥികൾ പരിഹാസത്തോടെ റാമിനെ നോക്കി അടക്കം പറയുന്നത് അവൾ കേട്ടു. കോടികൾ ഉണ്ടായിട്ടും എന്ത് കാര്യം? ഒരു പാട്ട് പോലും കേൾപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അച്ഛൻ്റെ വാക്കുകൾ മീനുവിൻ്റെ കാതുകളിൽ മുഴങ്ങി. അന്തസ്സും മര്യാദയും പണം കൊണ്ട് വാങ്ങാൻ കഴിയില്ല മോളെ. അത് സ്നേഹത്തിലൂടെയും കഴിവിലൂടെയും നേടേണ്ടതാണ്. ഒരാളുടെ അന്തസ്സ് രക്ഷിക്കാൻ തനിക്ക് കഴിയുമെങ്കിൽ അത് തൻ്റെ വിജയമാണ്. ഭയം കൊണ്ട് അവളുടെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവൾ മുന്നോട്ട് ഒരടി വെച്ചു. കൈകളിലെ സോപ്പ് പത അവൾ തൻ്റെ മുഷിഞ്ഞ പാവാടയിൽ ബലമായി തുടച്ചു. അടുക്കളയുടെ സുരക്ഷിതമായ ഇരുട്ടിൽ നിന്ന് അവൾ പ്രകാശപൂരിതമായ ആ വലിയ ഹാളിലേക്ക് നടന്നു. ഓരോ ചൂടിലും അവൾക്ക് സ്വയം ഒരു അപരിചിതയെപ്പോലെ തോന്നി. മാർബിൾ തറയിൽ ചവിട്ടി അവൾ അതിഥികൾക്കിടയിലൂടെ നീങ്ങിയപ്പോൾ അവിടെയുള്ളവർ അറപ്പോടെ അവളെ നോക്കി മാറി നിന്നു. വജ്രങ്ങൾ തിളങ്ങുന്ന ആ സദസ്സിൽ മീനു ഒരു കറുത്ത പാടായി കാണപ്പെട്ടു. ഈ എച്ചിൽ പാത്രം കഴുകുന്നവൾ എങ്ങോട്ടാണീ പോകുന്നത്? അടുക്കളയിലെ വഴി തെറ്റിയതാണോ ഇവൾക്ക്? നോക്കൂ, അവളുടെ വസ്ത്രത്തിൽ പാത്രത്തിലെ എണ്ണക്കറയാണ്. പരിഹാസങ്ങളും അടക്കം പറച്ചിലുകളും അവളെ തളർത്താൻ ശ്രമിച്ചു. പക്ഷേ മീനുവിൻ്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. ഹോളിന് നടുവിൽ അനാഥയായിരിക്കുന്ന ആ മൈക്ക് സ്റ്റാൻഡ്, റാമിൻ്റെ തകർന്ന മുഖവും. അവിടെ എത്തിയാൽ എല്ലാം മാറുമെന്ന് അവൾ കരുതി. തൻ്റെ ശബ്ദം ആ നിശബ്ദതയെ കീറിമുറിക്കുമെന്നും അപമാനിക്കപ്പെട്ട ഒരു അച്ഛൻ്റെ മാനം രക്ഷിക്കുമെന്നും അവൾ ഉറച്ചു വിശ്വസിച്ചു. അവൾ റാമിൻ്റെ മുന്നിലെത്തി. അദ്ദേഹത്തിൻ്റെ രോഷം നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി. അവൾ ദീർഘശ്വാസമെടുത്തു. ആഡംബരത്തിൻ്റെ വലിയ തിരശ്ശീലകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആ കുഞ്ഞു സ്വരം ലോകത്ത് നേരിടാൻ തയ്യാറായി കഴിഞ്ഞു. മീനു വിറയ്ക്കുന്ന സ്വരത്തിൽ റാമിനോട് പറഞ്ഞു, സാർ, എനിക്ക് പാടാനറിയാം. നിങ്ങളുടെ മകളുടെ വിവാഹത്തിലെ ഈ നിശബ്ദത മാറ്റാൻ എനിക്ക് സാധിക്കും. എന്നെ ഒന്ന് അനുവദിക്കൂ. ആ വാക്കുകൾ കേട്ട റാം ഒന്ന് ഞെട്ടി. തൻ്റെ സാമ്രാജ്യത്തിൽ ആരും തന്നോട് ഇത്രയും ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നത് അദ്ദേഹം കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് നോട്ടം താഴേക്ക് പോയി. അവിടെ നിൽക്കുന്നത് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച കൈകളിൽ പാത്രം കഴുകിയ അഴുക്കും സോപ്പിൻ്റെ മണവുമുള്ള ഒരു 12 വയസ്സുകാരി. അവളുടെ പാവാടയുടെ അറ്റങ്ങൾ നനഞ്ഞിരുന്നു. മുടി അലക്ഷ്യമായി പിന്നിൽ കെട്ടിവെച്ചിരിക്കുന്നു. ഒരു വലിയ കോടീശ്വരൻ്റെ സ്വപ്നവിവാഹവേദിയിൽ അവൾ ഒരു കരടായി തോന്നിപ്പിച്ചു. ഹാളിൽ ചിരി പൊട്ടിപ്പുറപ്പെട്ടു. അതിഥികൾ പരസ്പരം നോക്കി ആംഗ്യം കാണിച്ചു. ഇവൾക്ക് ഭ്രാന്തായോ? 5 ലക്ഷം വാങ്ങി മുങ്ങിയ ലോക പ്രശസ്ത ഗായികയ്ക്ക് പകരം ഈ എച്ചിൽപാത്രം കഴുകുന്നവളോ? ഒരാൾ ഉച്ചത്തിൽ ചോദിച്ചു. റാമിൻ്റെ ഒരു അടുത്ത ബന്ധു, അധികാരത്തിൻ്റെ ഗർവ് മുഖത്ത് കാണിക്കുന്ന അയാൾ മീനുവിൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു. അയാൾ അവളുടെ കയ്യിൽ പിടിച്ച് തള്ളാനാഞ്ഞു. റാം, എന്തിനാണ് ഇവളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്? ഇവളെ ഉടൻ പുറത്താക്കൂ. ഇത്രയും വലിയ ചടങ്ങിൽ ഇത്രയും മാന്യമാർ ഇരിക്കുന്നിടത്ത് ഈ ദരിദ്രവാസി കയറുന്നത് അശുഭകരമാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സിന് ചേർന്നതല്ല ഇത്. അയാൾ ദേഷ്യത്തോടെ അലറി. മീനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ ഉള്ളിൽ ഒരു നിമിഷം സങ്കടം ഇരുമ്പി വന്നു. തെരുവിലും ചേരിയിലും ഇതുപോലുള്ള പരിഹാസങ്ങൾ അവൾക്ക് പുത്തരിയല്ല. പക്ഷേ ഇന്ന് അവൾ വന്നിരിക്കുന്നത് ഭിക്ഷ ചോദിക്കാനല്ല, ഒരാളുടെ വീഴാൻ പോകുന്ന അന്തസ്സ് ഉയർത്തിപ്പിടിക്കാനാണ്. അവൾ കണ്ണുനീർ തുടച്ചു. റാമിൻ്റെ കണ്ണുകളിലേക്ക് അവൾ വീണ്ടും നോക്കി.
അവിടെ കണ്ടത് അധികാരമല്ല, മറിച്ച് തൻ്റെ മകളുടെ ഏറ്റവും വലിയ ദിവസം തകർന്നു പോകുമോ എന്ന് ഭയക്കുന്ന ഒരു അച്ഛൻ്റെ നിസ്സഹായാവസ്ഥയായിരുന്നു. ആ നോട്ടം മീനുവിന് കൂടുതൽ കരുത്ത് നൽകി. റാം ഒരു വലിയ ധർമ്മസങ്കടത്തിലായിരുന്നു. ഒരു വശത്ത് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന തൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യം, മറുവശത്ത് മരുഭൂമി പോലെ വരണ്ടുണങ്ങിയ തൻ്റെ മകളുടെ വിവാഹവേദിയിലെ സംഗീത പരിപാടി. ഒന്നെങ്കിൽ ഈ കുട്ടി പാടട്ടെ, അല്ലെങ്കിൽ ഈ നിശബ്ദത കൊണ്ട് തൻ്റെ കുടുംബം എന്നേക്കുമായി പരിഹസിക്കപ്പെടട്ടെ. 5 ലക്ഷം നൽകിയ ഗായിക നൽകിയ മുറിവുണങ്ങാൻ ഒരു പക്ഷേ ഈ നിഷ്കളങ്കമായ സ്വരത്തിന് കഴിഞ്ഞാലോ? അദ്ദേഹം ഒരു ദീർഘശ്വാസമെടുത്തു. തൻ്റെ ചുറ്റുമുള്ളവരുടെ ബഹളങ്ങൾ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ശരി, നീ പാടിക്കോളൂ. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. പാട്ട് പിഴച്ചാൽ, നിന്റെ സ്വരം തെറ്റിയാൽ നീ അപ്പോൾ തന്നെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകണം. മനസ്സിലായോ? മീനു വിനയത്തോടെ തലയാട്ടി. അവൾ മെല്ലെ സ്റ്റേജിലേക്ക് കയറി. മീനു മൈക്കിന് മുന്നിൽ നിന്നു. അത് അവളുടെ ഉയരത്തേക്കാൾ അല്പം കൂടുതൽ ഉയരത്തിലായിരുന്നു. സദസ്സിൽ വീണ്ടും പരിഹാസങ്ങൾ ഉയർന്നു. നോക്കൂ, ആ മൈക്ക് പോലും അവൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല. പക്ഷേ മീനു അതൊന്നും ശ്രദ്ധിച്ചില്ല. അവൾ കണ്ണുകൾ മെല്ലെ അടച്ചു. ആ നിമിഷം അവൾ ആഡംബര മണ്ഡപത്തിൽ ആയിരുന്നില്ല. തൻ്റെ അച്ഛൻ പാടിത്തന്നിരുന്ന ആ പഴയ കുടിലിൻ്റെ മുറ്റത്തായിരുന്നു. വാദ്യോപകരണങ്ങൾ മീട്ടുന്നവർ അവിശ്വാസത്തോടെ പരസ്പരം നോക്കി. റാമിന്റെ നിർദ്ദേശപ്രകാരം അവർ ആദ്യത്തെ സംഗീതം പൊഴിച്ചു. മീനു മൈക്കിന് മുന്നിൽ നിന്ന നിമിഷം അവൾ തൻ്റെ മുഷിഞ്ഞ വസ്ത്രവും പാത്രം കഴുകുന്ന ലോകവും മറന്നു. അവളിപ്പോൾ മറ്റൊരു ലോകത്താണ്, സംഗീതത്തിൻ്റെ ലോകത്ത്. അവിടെ എല്ലാവരും തുല്യരാണ്. ആദ്യത്തെ സ്വരം അവളുടെ തൊണ്ടയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ മണ്ഡപത്തിൽ വീണ്ടും ആ നിശബ്ദത പടർന്നു. പക്ഷേ ഇത്തവണ അത് അപമാനത്തിൻ്റെ നിശബ്ദത ആയിരുന്നില്ല, മറിച്ച് ഒരു അത്ഭുതത്തിൻ്റെ തുടക്കമായിരുന്നു. അതിഥികൾ ആരും തന്നെ സ്റ്റേജിലേക്ക് നോക്കുന്നുണ്ടായിരുന്നില്ല. ചിലർ ഫോണുകളിൽ ഉറക്കെ സംസാരിച്ചു കൊണ്ടിരുന്നു. മറ്റു ചിലർ വിരസത മാറ്റാനായി ഭക്ഷണശാലയിലേക്ക് നടന്നു നീങ്ങി. റാമിന്റെ മാന്യം രക്ഷിക്കാൻ ഈ കുട്ടിക്ക് കഴിയില്ലെന്ന് ഉറപ്പിച്ചതുപോലെ എല്ലാവരും അവളെ അവഗണിച്ചു. മീനു ഒരു നിമിഷം കണ്ണുകൾ ഇറുക്കി അടച്ചു. തൻ്റെ ചുറ്റുമുള്ള ആഡംബരങ്ങളെയും വജ്ര തിളക്കങ്ങളെയും അവൾ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. അവളുടെ മനസ്സിൽ ഇപ്പോൾ ഒരേയൊരു മുഖം മാത്രമേ ഉള്ളൂ, തൻ്റെ അച്ഛൻ. ദാരിദ്ര്യത്തിൻ്റെ കയ്പുനീർ കുടിക്കുമ്പോഴും തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പാട്ട് പഠിപ്പിച്ച ആ മനുഷ്യൻ. മീനു മൈക്ക് മുറുകെ പിടിച്ചു. ആദ്യത്തെ വരി പുറത്തു വന്നപ്പോൾ മണ്ഡപത്തിൽ ഒരു വലിയ അത്ഭുതം സംഭവിച്ചു. മൗനം സ്വരമായി എന്ന് തുടങ്ങുന്ന ആ ഗാനം അവളുടെ തൊണ്ടയിൽ നിന്ന് വന്നത് കേവലം ശബ്ദമായല്ല, മറിച്ച് ആത്മാവിൽ നിന്നും ഉറവെടുത്ത ഒരു പ്രാർത്ഥനയായാണ്. ആ ശബ്ദത്തിന് ഒരു മാന്ത്രികത ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാൻ പ്ലേറ്റുമായി എഴുന്നേറ്റവർ പാതി വഴിയിൽ സ്തംഭിച്ചു നിന്നുപോയി. പരസ്പരം രാഷ്ട്രീയവും ബിസിനസ്സും സംസാരിച്ചു കൊണ്ടിരുന്ന സെലിബ്രിറ്റികൾ പെട്ടെന്ന് നിശബ്ദരായി. എല്ലാവരുടെയും കണ്ണുകൾ സ്റ്റേജിലേക്ക് തറഞ്ഞു. മീനുവിൻ്റെ ശബ്ദത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അതിൽ തീവ്രമായ വേദനയുടെയും അതിലേറെ ആർദ്രമായ സ്നേഹത്തിൻ്റെയും ഒരു നേർത്ത ഇഴയുണ്ടായിരുന്നു. അത് പാടിപ്പതിഞ്ഞ ഒരു പ്രൊഫഷണൽ ഗായികയുടേതായിരുന്നില്ല, മറിച്ച് ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾക്കിടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ഒരു പച്ചയായ മനുഷ്യൻ്റെ രോദനമായിരുന്നു. പാട്ട് പുരോഗമിക്കും തോറും സദസ്സിൻ്റെ മനോഭാവം മാറിമറിഞ്ഞു. നേരത്തെ അവളുടെ മുഷിഞ്ഞ വസ്ത്രത്തെയും എണ്ണക്കറ പുരണ്ട കൈകളെയും പരിഹസിച്ചവർ ഇപ്പോൾ അതൊന്നും കാണുന്നില്ലായിരുന്നു. അവരുടെ കണ്ണുകൾക്ക് മുന്നിൽ ആ വസ്ത്രങ്ങൾ അപ്രത്യക്ഷമായി. പകരം സരസ്വതി ദേവി നേരിട്ട് സ്റ്റേജിൽ വന്നിരുന്ന് പാടുന്നത് പോലെയാണ് അവർക്ക് അനുഭവപ്പെട്ടത്. സ്റ്റേജിന് പിന്നിലെ മുറിയിൽ തൻ്റെ വിവാഹ ചടങ്ങ് ഒരു പരാജയമായി മാറുമെന്ന് കരുതി കണ്ണീരോടെ ഇരുന്നിരുന്ന വധു ഗീതു മെല്ലെ പുറത്തേക്ക് വന്നു. മീനുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവളുടെ ഹൃദയത്തിലെ സങ്കടമെല്ലാം മാഞ്ഞു. ആ പാട്ട് അവൾക്ക് നൽകിയത് വലിയൊരു ആശ്വാസമായിരുന്നു. തൻ്റെ അച്ഛൻ്റെ അന്തസ്സ് ഈ കുഞ്ഞു പെൺകുട്ടി ഉയർത്തിപ്പിടിക്കുന്നത് കണ്ട് ഗീതുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. റാം സ്റ്റേജിൻ്റെ തൊട്ട് താഴെ ഒരു കസേരയിൽ തളർന്നിരിക്കുകയായിരുന്നു. മീനു പാടിത്തുടങ്ങിയപ്പോൾ അദ്ദേഹം മെല്ലെ തലയുയർത്തി. 5 ലക്ഷം നൽകിയ ഗായികയ്ക്ക് നൽകാൻ കഴിയാത്ത ഒരു സമാധാനം ഈ 12 വയസ്സുകാരിയുടെ ശബ്ദം അദ്ദേഹത്തിന് നൽകി. തൻ്റെ മകളുടെ വിവാഹവേദിയിൽ ഈ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞത് ഒരു പുണ്യമായി അദ്ദേഹം കരുതി. റാമിൻ്റെ അഹങ്കാരവും പ്രതാപവും ഈ കുഞ്ഞിൻ്റെ സംഗീതത്തിന് മുന്നിൽ എത്ര ചെറുതാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. മീനുവിൻ്റെ ഓരോ സ്വരവും ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്കാണ് ഇറങ്ങിച്ചെന്നത്. സദസ്സിലുണ്ടായിരുന്ന പലവരും കണ്ണുകൾ തുടയ്ക്കുന്നത് കാണാമായിരുന്നു. ആ മണ്ഡപം ഇപ്പോൾ ഒരു വിവാഹവേദിയല്ല, മറിച്ച് സംഗീതത്തിൻ്റെ ഒരു വലിയ ദേവാലയമായി മാറിയിരിക്കുന്നു. പാത്രം കഴുകുന്നവളൊന്നും വേലക്കാരിയെന്നും വിളിച്ചവർ ഇപ്പോൾ ശ്വാസമടക്കി പിടിച്ച് ആ ശബ്ദത്തിന് കാതോർത്തു. സംഗീതത്തിന് ജാതിയോ വർണ്ണമോ വസ്ത്രമോ ഇല്ലെന്ന് മീനു ആ രാത്രി കൊണ്ട് തെളിയിച്ചിരിക്കുന്നു. അവൾ പാടി നിർത്തിയപ്പോൾ ഒരു നിമിഷം ആ ഹോൾ ശവപ്പറമ്പ് പോലെ നിശബ്ദമായി. മീനു പേടിയോടെ കണ്ണു തുറന്നു. തൻ്റെ പാട്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടോ എന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ അടുത്ത നിമിഷം ആ വലിയ ഹാളിൽ കയ്യടികൾ ഉയർന്നു. ഇത്രയും നേരം അവളെ പുച്ഛിച്ചവർ എഴുന്നേറ്റ് നിന്ന് കയ്യടിക്കാൻ തുടങ്ങി. അത് കേവലം ഒരു കയ്യടി ആയിരുന്നില്ല, ഒരു ആത്മാവിന് മറ്റൊരു ആത്മാവ് നൽകുന്ന ആദരവായിരുന്നു.
മീനു പാടി നിർത്തിയപ്പോൾ ആ കൂറ്റൻ മണ്ഡപത്തിൽ ഭയാനകമായ ഒരു നിശബ്ദത പടർന്നു. വൺസ് മോർ പ്ലീസ്, വൺസ് മോർ എന്ന വിളികൾ ഹാളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. നേരത്തെ അവളെ പാത്രം കഴുകുന്നവൾ എന്നും അശുഭകാരി എന്നും വിളിച്ച് പുച്ഛിച്ചവർ ഇപ്പോൾ കണ്ണീരോടെയാണ് അവളെ നോക്കി നിന്നത്. മീനു വിറയ്ക്കുന്ന കൈകളോടെ മൈക്ക് സ്റ്റാൻഡിൽ നിന്നും അല്പം പിന്നോട്ട് മാറി. അവളുടെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ വന്നു. അച്ഛ, അങ്ങ് പറഞ്ഞത് സത്യമാണ്. ശബ്ദത്തിന് ആരെയും കീഴടക്കാൻ കഴിയും. ആ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരാൾ സ്റ്റേജിലേക്ക് ഓടിക്കയറി. നഗരത്തിലെ ഏറ്റവും വലിയ മ്യൂസിക് കമ്പനിയുടെ ഉടമയായ ഗൗതമായിരുന്നു അത്. രാജ്യത്തെ ഏറ്റവും വലിയ ഗായകരെ ലോകത്തിന് പരിചയപ്പെടുത്തിയ വ്യക്തി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു കണ്ടുപിടുത്തത്തിന്റെ തിളക്കമുണ്ടായിരുന്നു. മീനുവിന്റെ അടുത്തെത്തിയ അദ്ദേഹം ആവേശത്തോടെ അവളോട് പറഞ്ഞു, കുട്ടി, നിന്റെ ഈ ശബ്ദം ഈ ചെറിയ മണ്ഡപത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല. ഇത് ഈ ലോകം മുഴുവൻ കേൾക്കേണ്ടതാണ്. നീ വെറും ഒരു പാട്ടുകാരിയല്ല, നീ ഒരു വിസ്മയമാണ്. ഇത്രയും കാലം നീ എവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു? മീനുവിന് മറുപടി പറയാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. അവൾ ആഡംബരങ്ങളുടെ ഈ കടലിൽ പാടിയത് തൻ്റെ നിലനിൽപ്പിന് വേണ്ടിയോ പണത്തിനു വേണ്ടിയോ ആയിരുന്നില്ല. മറിച്ച് തൻ്റെ ഉള്ളിലെ സംഗീതത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കാനും സങ്കടപ്പെടുന്ന ഒരു അച്ഛനെ സഹായിക്കാനും മാത്രമായിരുന്നു. ആ നിഷ്കളങ്കത തന്നെയാണ് അവളുടെ ശബ്ദത്തെ ഇത്രമേൽ മനോഹരമാക്കിയതും. അപ്പോഴേക്കും റാം സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് ഇപ്പോൾ ദേഷ്യമോ ആശങ്കയോ ഇല്ലായിരുന്നു. പകരം ഒരു വലിയ തിരിച്ചറിവിന്റെ ശാന്തതയായിരുന്നു. അദ്ദേഹം എല്ലാവരുടെയും മുന്നിൽ വെച്ച് മീനുവിന്റെ ആ വിണ്ടുകീറിയ കൈകൾ ചേർത്ത് പിടിച്ചു. റാമിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അദ്ദേഹം മൈക്ക് കയ്യിലെടുത്ത് പറഞ്ഞു, മോളെ, ഇന്ന് നീ എൻ്റെ അന്തസ്സ് മാത്രമല്ല രക്ഷിച്ചത്, മറിച്ച് എന്നിലെ മരവിച്ചു പോയ മനുഷ്യനെ ഉണർത്തുകയും ചെയ്തു. പണം കൊണ്ട് എല്ലാം വാങ്ങാമെന്ന് കരുതിയ എൻ്റെ അഹങ്കാരത്തിനേറ്റ അടിയാണ് നിന്റെ ഈ സംഗീതം. നിന്നെ പരിഹസിച്ചതിനും നിന്നെ പോലെയുള്ളവരുടെ കഴിവിനെ തിരിച്ചറിയാത്തതിനും ഈ സദസ്സിന് മുന്നിൽ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. ഹാളിൽ വീണ്ടും കയ്യടികൾ ഉയർന്നു. റാം വില കൂടിയ ഒരു സ്വർണമാല സ്വന്തം കൈകൾ കൊണ്ട് മീനുവിന്റെ കഴുത്തിൽ അണിയിച്ചു. അത് വെറുമൊരു പാരിതോഷികം മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു വലിയ മനുഷ്യൻ ഒരു ചെറിയ പെൺകുട്ടിയുടെ കഴിവിന് മുന്നിൽ സമർപ്പിച്ച ആദരവായിരുന്നു. മീനു അവളുടെ അമ്മയെ ചുറ്റും നോക്കി. അവിടെ സ്റ്റേജിന്റെ ഒരു മൂലയിൽ നിന്ന് കരയുന്നത് അവൾ കണ്ടു. തന്റെ മകൾ ആ ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്നത് കാണാൻ ആ പാവം അമ്മയ്ക്ക് കഴിഞ്ഞു. ആഡംബരങ്ങളുടെ ആ കൊട്ടാരത്തിൽ ഇന്ന് രാത്രി വിധി എഴുതിയത് പണമല്ല, മറിച്ച് ഒരു കൊച്ചു പെൺകുട്ടിയുടെ ആത്മാവിൽ നിന്നുള്ള സംഗീതമായിരുന്നു. വ്യക്തിപരമായ കാരണങ്ങൾ വരാൻ കഴിയില്ലെന്ന് റാമിനോട് കള്ളം പറഞ്ഞതായിരുന്നു ആ വലിയ ഗായിക. റാം നൽകിയതിനേക്കാൾ വലിയൊരു തുക കോർപ്പറേറ്റ് കമ്പനി വാഗ്ദാനം ചെയ്തപ്പോൾ സംഗീതത്തെക്കാളും ധാർമ്മികതയെക്കാളും അവർ പണത്തിന് മുൻഗണന നൽകി. അവിടെ വലിയ വെളിച്ചത്തിൽ വില കൂടിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവർ പാടിക്കൊണ്ടിരുന്നപ്പോൾ അവർ കരുതിയത് തങ്ങളുടെ ചതി ആരും അറിയാൻ പോകുന്നില്ല എന്നാണ്. എന്നാൽ കാലം അവർക്കായി മറ്റൊരു വിധി കരുതി വെച്ചിരുന്നു. ആധുനിക ലോകത്ത് ഒരു സത്യവും അധിക നേരം മറച്ചു പിടിക്കാനാവില്ലെന്ന് അവർ മറന്നുപോയി. മീനു പാടിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ റാമിന്റെ സോഷ്യൽ മീഡിയ ടീം അത് തത്സമയം റെക്കോർഡ് ചെയ്ത് ഇന്റർനെറ്റിൽ പങ്കുവച്ചിരുന്നു. ഞങ്ങളെ ചതിച്ച പ്രശസ്ത ഗായികയ്ക്ക് പകരം ദൈവം അയച്ച മാലാക എന്ന കുറിപ്പോടെയാണ് ആ വീഡിയോ പ്രചരിച്ചത്. നിമിഷങ്ങൾക്കുള്ളിൽ ആ വീഡിയോ കാട്ടുതീ പോലെ പടർന്നു. മീനുവിന്റെ പാത്രം കഴുകി വിണ്ടുകീറിയ കൈകളും അവളുടെ ആത്മാവിൽ നിന്നുള്ള ആ ഗാനവും കണ്ട് ലോകം കൈയടിച്ചു. ഒപ്പം ആ പ്രശസ്ത ഗായികയുടെ ചതിയും പുറത്തു വന്നു. അവർ മറ്റൊരു വേദിയിൽ പാടുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി. ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധം ഉയർന്നു. പണത്തേക്കാൾ ഉപരി സംഗീതത്തിന് മൂല്യം നൽകുന്നവർക്കേ ഈ ലോകത്ത് നിലനിൽപ്പുള്ളൂ എന്ന് ലോകം അവരെ ക്രൂരമായി ഓർമ്മിപ്പിച്ചു. റാം അന്ന് തന്നെ ആ ഗായികയ്ക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. പണം വാങ്ങി ചതിക്കുന്നവർക്ക് താൽക്കാലികമായി വലിയ ലാഭമുണ്ടായേക്കാം, പക്ഷേ അതൊരിക്കലും ശാശ്വതമല്ല. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ വാങ്ങിയ അഡ്വാൻസ് തുക പലിശ സഹിതം തിരികെ നൽകേണ്ടി വന്നു. റാം ആ തുക തൻ്റെ കയ്യിൽ വെച്ചില്ല. ഈ പണം ഇനി അവരുടേതല്ല, ഇത് സംഗീതത്തിൻ്റെതാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ആ 5 ലക്ഷം രൂപയ്ക്ക് പകരം കിട്ടിയ 10 ലക്ഷം രൂപ അദ്ദേഹം മീനുവിൻ്റെ പേരിലുള്ള ഒരു ട്രസ്റ്റിലേക്ക് മാറ്റി. അവളുടെ ഉന്നത പഠനത്തിനും സംഗീത പരിശീലനത്തിനുമായി ആ തുക അദ്ദേഹം നീക്കിവെച്ചു. മീനുവിന്റെ കഴുത്തിൽ റാം അണിയിച്ച ആ സ്വർണമാല അവൾ ഊരി അമ്മയെ ഏൽപ്പിച്ചു. ഇത് നമുക്ക് വേണ്ട അമ്മേ, ആ സാറിന് തന്നെ തിരിച്ചു നൽകാം, അവൾ പറഞ്ഞു. പണമോ സ്വർണമോ ആയിരുന്നില്ല, മറിച്ച് ആ രാത്രി തനിക്ക് ലഭിച്ച അംഗീകാരമായിരുന്നു അവളുടെ ഏറ്റവും വലിയ സമ്പാദ്യം. എന്നാൽ അവർ മണ്ഡപത്തിന്റെ കടക്കുന്നതിന് മുൻപേ റാമിന്റെ വണ്ടി അവർക്ക് മുന്നിൽ വന്നു നിന്നു. അദ്ദേഹം കാറിൽ നിന്നിറങ്ങി മീനുവിന്റെ അടുത്തേക്ക് ചെന്നു. എങ്ങോട്ടാണ് മോളെ നിങ്ങൾ പോകുന്നത്? അദ്ദേഹം വാത്സല്യത്തോടെ ചോദിച്ചു. ഗീത തൊഴുതുകൊണ്ട് പറഞ്ഞു, ജോലി കഴിഞ്ഞു സാർ, ഇനി ഞങ്ങളുടെ ലോകത്തേക്ക് തിരിച്ചു പോവുകയാണ്.
റാം ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല ഗീത, മീനുവിന്റെ ലോകം ഇനി മാറാൻ പോവുകയാണ്. മീനു ഇനി എവിടെയും പാത്രം കഴുകില്ല. ഈ ലോകം മുഴുവൻ ആദരിക്കുന്ന വലിയൊരു ഗായികയായി അവൾ മാറും. അത് എൻ്റെ വാക്കാണ്. അദ്ദേഹം അവരെ തൻ്റെ കാറിൽ കയറ്റി ഒരു പുതിയ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയി. അതൊരു വലിയ സ്വപ്നം പോലെ മീനുവിന് തോന്നി. ചെളി നിറഞ്ഞ തെരുവുകളിൽ നിന്നും എച്ചിൽ പാത്രങ്ങളുടെ ഗന്ധത്തിൽ നിന്നും അവൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. മീനുവിൻ്റെ അമ്മ ഗീതയ്ക്ക് തൻ്റെ കമ്പനിയിൽ അന്തസ്സുള്ള ഒരു ഓഫീസ് ജോലിയും അദ്ദേഹം നൽകി. നിങ്ങൾ ഇനി ആരുടെയും വീട്ടുജോലിക്ക് പോകേണ്ടതില്ല, റാം ഉറപ്പിച്ചു പറഞ്ഞു. മീനുവിൻ്റെ ജീവിതം സത്യത്തിൽ ഒരു പുനർജന്മമായിരുന്നു. പാത്രം കഴുകി വീണ്ടു കീറിയിരുന്ന അവളുടെ കൈകളിൽ ഇപ്പോൾ തമ്പുരുവിൻ്റെയും ഹാർമോണിയത്തിൻ്റെയും താളങ്ങൾ വിരിഞ്ഞു. അക്കാദമിയിലെ വലിയ ഗുരുക്കന്മാരുടെ കീഴിൽ അവൾ സംഗീതം അഭ്യസിച്ചു തുടങ്ങി. തൻ്റെ അച്ഛൻ പകർന്നു നൽകിയ ആ നാടൻ പാട്ടുകളുടെ ആത്മാവ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ സംഗീതത്തിൻ്റെ സങ്കീർണമായ രാഗങ്ങൾ അവൾ പെട്ടെന്ന് സ്വായത്തമാക്കി. റാം വഴി മീനു ഒരു റിയാലിറ്റി ഷോയിൽ മത്സരിക്കാൻ പോയി. അവിടെ വെച്ച് ഒരു അവതാരകൻ ചോദിച്ചു, മീനു പാത്രം കഴുകുന്ന പെൺകുട്ടിയിൽ നിന്നും ഈ രാജ്യത്തിൻ്റെ പ്രിയപ്പെട്ട ഗായികയിലേക്കുള്ള യാത്രയെക്കുറിച്ച് എന്തു പറയുന്നു? മീനു വിനീതമായി മറുപടി നൽകി, നമ്മുടെ ഉള്ളിലെ കഴിവ് തിരിച്ചറിയാൻ ഒരാൾക്ക് ഒരു ചെറിയ അവസരം ലഭിക്കണം. ആ അവസരം നൽകുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യം. റാം സാർ അന്ന് എനിക്ക് ആ അവസരം നൽകിയില്ലായിരുന്നെങ്കിൽ ഇന്നും ഞാൻ പാത്രങ്ങൾക്കിടയിൽ എൻ്റെ പാട്ടുകൾ മറച്ചു പിടിക്കുമായിരുന്നു. ദാരിദ്ര്യം എൻ്റെ വഴിയിൽ പല്ലുകൾ വിരിച്ചപ്പോൾ സംഗീതം എനിക്ക് ചിറകുകൾ നൽകി. അവൾ തൻ്റെ പഴയ സുഹൃത്തുക്കളെയോ കൂടെ ജോലി ചെയ്തിരുന്നവരെയോ മറന്നില്ല. തൻ്റെ ആദ്യത്തെ വലിയ പ്രതിഫലം ലഭിച്ചപ്പോൾ അവൾ ഓടിച്ചെന്നത് ആ കല്യാണ ഹാളിലെ അടുക്കളയിലേക്കായിരുന്നു. അവിടെ പാത്രം കഴുകുന്ന സ്ത്രീകളെ കെട്ടിപ്പിടിച്ച് അവൾ കരഞ്ഞു. താൻ വളരുമ്പോൾ തൻ്റെ ചുറ്റുമുള്ളവരും വളരണമെന്ന് അവൾ ആഗ്രഹിച്ചു. മീനു ഇന്ന് വെറും ഒരു ഗായികയല്ല, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ ഒരു പ്രതീകമാണ്. ഒരു അവസരം മാത്രം ചോദിച്ചുകൊണ്ട് റാമിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന ആ 12 വയസ്സുകാരി ഇന്ന് ഒരു വലിയ ചരിത്രമായി മാറിയിരിക്കുന്നു. മീനുവിൻ്റെ കഥ ലോകത്തെ പഠിപ്പിച്ചത് വളരെ ലളിതവും എന്നാൽ അർത്ഥവത്തായ ഒരു കാര്യമാണ്. മനുഷ്യൻ്റെ കഴിവിനെ ഒരിക്കലും അവൻ്റെ വസ്ത്രം കൊണ്ടോ കയ്യിലുള്ള പണം കൊണ്ടോ അളക്കരുത്. പ്രതാപത്തിൻ്റെ ഉച്ചയിൽ നിൽക്കുന്നവർക്ക് പലപ്പോഴും ലഭിക്കാത്ത ആത്മാർത്ഥതയും ദൈവികമായ കഴിവും ചിലപ്പോൾ ഒരു തെരുവ് കുഞ്ഞിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ടായിരിക്കാം. 5 ലക്ഷം രൂപ വാങ്ങി വാഗ്ദാനങ്ങൾ ലംഘിച്ച് ചതിച്ച് കടന്നുപോയ ആ പ്രശസ്ത ഗായികയെ ഇന്ന് ആരും ഓർക്കുന്നില്ല. കാലം അവർക്ക് നൽകിയ ശിക്ഷ വ്യത്യസ്തമായിരുന്നു. പണം നൽകിയാൽ ആരെയും വിലയ്ക്ക് വാങ്ങാമെന്ന അഹങ്കാരത്തിനും പണം ലഭിച്ചാൽ ആരെയും ചതിക്കാമെന്ന അത്യാഗ്രഹത്തിനും ഇടയിൽ തകർന്നു പോയത് അവരുടെ പ്രതിഭയായിരുന്നു. എന്നാൽ യാതൊരു ലാഭവുമില്ലാതെ മുറിവേറ്റ ഒരു അച്ഛൻ്റെ അന്തസ്സ് രക്ഷിക്കാൻ മുന്നോട്ട് വന്ന മീനുവിനെ ലോകം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. കാരണം അവൾ പാടിയത് തൊണ്ട കൊണ്ടായിരുന്നില്ല, അവളുടെ ശുദ്ധമായ ആത്മാവ് കൊണ്ടായിരുന്നു. മീനു ഇന്ന് സ്വന്തമായി ഒരു സംഗീത വിദ്യാലയം നടത്തുന്നുണ്ട്. മീനുവിനിപ്പോൾ 25 വയസ്സായിരിക്കുന്നു. അവിടെ പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരു കുട്ടി പോലും പുറത്തു നിൽക്കേണ്ടി വരുന്നില്ല. റെയിൽവേ സ്റ്റേഷനുകളിലും ചായക്കടകളിലും പാത്രം കഴുകുന്ന കുട്ടികൾക്കിടയിൽ അവൾ തൻ്റെ പിൻഗാമികളെ തിരയുന്നു. നിനക്ക് പാടാൻ കഴിയുമോ എന്നല്ല അവൾ അവരോട് ചോദിക്കുന്നത്, മറിച്ച് നിനക്കൊരു അവസരം വേണോ എന്നാണ്. കാരണം ശരിയായ സമയത്ത് ലഭിക്കുന്ന ഒരു ചെറിയ കൈത്താങ്ങ് ഒരാളുടെ ജീവിതത്തെ മാത്രമല്ല ഒരു നാടിൻ്റെ തന്നെ ഭാവിയെ മാറ്റിയെഴുതാൻ പ്രാപ്തമാണെന്ന് അവൾ സ്വന്തം ജീവിതത്തിലൂടെ പഠിച്ചു. നമുക്ക് ചുറ്റും ആയിരക്കണക്കിന് മീനുമാരുണ്ട്. തിരക്കേറിയ തെരുവോരങ്ങളിലും പാടവരമ്പുകളിലും ഒളിഞ്ഞിരിക്കുന്ന വിസ്മയങ്ങൾ. അവരുടെ മുഷിഞ്ഞ വസ്ത്രം കൊണ്ട് നമ്മൾ മുഖം തിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അവഗണിക്കുന്നത് വരാനിരിക്കുന്ന ഒരു വലിയ മാറ്റത്തെയാണ്. റാം അന്ന് കാണിച്ച ആ വലിയ മനസ്സ് ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന ചെറിയ തീരുമാനം ഇന്ന് ഈ രാജ്യത്തിന് നൽകിയത് ഏറ്റവും മനോഹരമായ ഒരു സ്വരമാണ്. സംഗീതം ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. ഹൃദയത്തിന് ദാരിദ്ര്യമില്ല. അവിടെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ല. മീനുവിൻ്റെ ഈ കഥ അവസാനിക്കുന്നത് ഒരു സന്ദേശത്തോടെയാണ്. കഴിവുള്ളവരെ തിരിച്ചറിയുക, അവർക്ക് ഒരു അവസരം നൽകുക. കൂട്ടുകാരെ, നിങ്ങൾ നൽകുന്ന ആ ഒരു നിമിഷത്തെ പ്രോത്സാഹനം ഒരാളെ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് തിരികെ കൊണ്ടുവന്നേക്കാം. അല്ലെങ്കിൽ മീനുവിനെ പോലെ ലോകം ആരാധിക്കുന്ന ഒരു നക്ഷത്രമാക്കി മാറ്റിയേക്കാം. മീനുവിൻ്റെ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക. ഒരു പക്ഷേ ഈ കഥ കേൾക്കുന്ന ഏതെങ്കിലും ഒരു റാം തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പാവപ്പെട്ട കുട്ടിയുടെ കഴിവ് തിരിച്ചറിഞ്ഞേക്കാം. അവസരങ്ങൾക്കായി കാത്തിരിക്കുന്ന ഓരോ പ്രതിഭയ്ക്കും ഈ കഥ ഒരു പ്രതീക്ഷയാകട്ടെ.
കാരണം സത്യസന്ധമായ കഠിനാധ്വാനവും ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ സംഗീതം ഒരിക്കലും പരാജയപ്പെടില്ല. ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായും എന്നെ അറിയിക്കണേ. ഇതുപോലെ ഹൃദയസ്പർശിയായ കഥകൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.